കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ ബി റജി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ബി റജി, എവിടെ മിനിറ്റുകൾക്കുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും, മാൻഡേറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്? എവിടെ? നമസ്കാരം ശ്രീ അജിംഷാജി. ഇവിടെ ഒരു ജനാധിപത്യ പാർട്ടിയിൽ നടക്കുന്ന ചർച്ചകളുടെ ഭാഗമായാണ് ഈ സമയം എടുക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞിരുന്ന പല നേതാക്കളും പറഞ്ഞിരുന്ന പോലെ വേഗത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുവാൻ കഴിയാതിരിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആശയവിനിമയങ്ങളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിന്റെ കാരണം കേരളത്തിലെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന MLA-മാർ നേതാവിനെ തെരഞ്ഞെടുക്കുവാനുള്ള അധികാരവും അവകാശവും കേന്ദ്ര നേതൃത്വത്തിന് അല്ലെങ്കിൽ AICC പ്രസിഡന്റിന് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവിടെ തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഗോള് ഇപ്പോൾ ഈ ബോളോ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ AICC പ്രസിഡന്റിന്റെ പക്കലാണ്. അപ്പൊ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുന്നതിന് നമ്മൾ ഏതെങ്കിലും ഒരു സമയക്രമം നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ തിരക്ക് കൂട്ടുകയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഉചിതമായ രീതിയിൽ എല്ലാവരുമായും ചർച്ച നടത്തി ഇതിനൊരു രമ്യമായ സമവായത്തിലെത്തി ഒരു രമ്യമായ പരിഹാരം അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ അതായത് 3 നേതാക്കൾ നമുക്കറിയാമല്ലോ, 3 നേതാക്കൾ അവരെല്ലാവരും എല്ലാവരും യോഗ്യരാണ്, അർഹരാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ സാഹചര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടവരുമായി ആശയവിനിമയങ്ങൾ നടത്തി ഒരു ജനാധിപത്യ പാർട്ടിക്ക് ചേരുന്ന തരത്തിൽ ഒരു ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഈ സാവകാശം ഇപ്പോൾ തേടിയിരിക്കുന്നത്. അപ്പൊ അതിന് ഏതെങ്കിലും ഇനി എത്ര ആഴ്ചകൾ എടുക്കും? നോക്കൂ അജിംഷാജി, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കേഡർ പാർട്ടി അല്ല. ഒരു കേഡർ പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു തീരുമാനം വേഗത്തിൽ അവർക്ക് ഒരുപക്ഷെ സ്വീകരിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ ജനാധിപത്യ പാർട്ടിയാകുമ്പോൾ അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഈ കേഡർ പാർട്ടിയുടെ സ്വഭാവമാണല്ലോ വിമത പ്രവർത്തനങ്ങൾക്ക് കണ്ടത്. കാരണം എല്ലാ ജില്ലകളിലും ആസൂത്രിതമായി ഒരേ മുദ്രാവാക്യത്തിൽ പ്രകടനങ്ങൾ, എല്ലാ ജില്ലകളിലും ഒരേ വാചകങ്ങളിൽ ഫ്ലക്സുകൾ, ഇതിലൊക്കെ ഒരു കേഡർഷിപ്പ് ഉണ്ടായിരുന്നല്ലോ ബി റജി. അങ്ങ് പറഞ്ഞതിനെ എനിക്ക് എതിർക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ സംസ്ഥാന വ്യാപകമായി ഇഷ്ടപ്പെട്ട അണികൾക്ക് ഇഷ്ടപ്പെട്ട നേതാക്കളെ സംബന്ധിച്ച് പ്രകടനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അത് മാധ്യമങ്ങളിൽ കണ്ടതുമാണ്. അതിനുള്ള കാരണങ്ങളിലേക്ക് എത്തുമ്പോൾ, അതായത് ഈ നേതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ഇപ്പോൾ കൈമാറ്റപ്പെട്ടിരിക്കുകയല്ലേ, അത് കേന്ദ്ര നേതൃത്വത്തിന് അതായത് ഹൈക്കമാൻഡിന് ഈ അവകാശം നൽകപ്പെട്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്കിപ്പോ ചെയ്യുക എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ AICC-യിൽ നിന്ന് ഇത്തരത്തിൽ ഒരു അന്തിമ തീരുമാനം വരുന്നതിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ ഇപ്പോ നടക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ചർച്ചകളാണ്, ആശയവിനിമയങ്ങളാണ്, സമവായത്തിലെത്തുവാനുള്ള ശ്രമമാണ്, ഒരൊറ്റ പേരിലേക്ക് എത്തുവാനുള്ള ശ്രമമാണ്. അപ്പൊ ആ ശ്രമം പല ഘട്ടങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സമയം എടുത്തിട്ടുണ്ട്. ചർച്ചകൾ, സുദീർഘമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം രമ്യമായ പരിഹാരം ആണ് കണ്ടെത്തിയിട്ടുമുള്ളത്. ഇവിടെയും നമുക്ക് അത്തരത്തിൽ ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. ഇവിടെ മറ്റേതെങ്കിലും ഒരു കാരണത്താൽ, അതായത് ഇവിടെ ഇപ്പൊ എന്താണ് നമ്മൾ ഏതെങ്കിലും അതിനെ ഒരു നെഗറ്റീവായി കണ്ടിട്ട് അർത്ഥമില്ല. കാരണം ഇവിടെ ചർച്ചകൾക്ക് വേണ്ടിയും ആശയവിനിമയത്തിന് വേണ്ടിയുമുള്ള ഒരു സാവകാശമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ആ സാവകാശത്തിന് ശേഷം അല്ലെങ്കിൽ ആശയവിനിമയത്തിന് ശേഷം ഏറ്റവും കേരളത്തിലെ ജനങ്ങൾക്ക് അനുയോജ്യമായ തരത്തിൽ കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് കേരളത്തിന്റെ താല്പര്യങ്ങൾ അതെങ്ങനെ സാധ്യമാകും ബി റജി? ഇപ്പോൾ താങ്കൾ ഒരു കോൺഗ്രസ് സഹയാത്രികനാണ്, കോൺഗ്രസിൻ്റെ ഉൾവൃത്തങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്, താങ്കളൊരു മുൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമുണ്ട്. ഞാൻ താങ്കളോട് ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളില്ലാത്തതുകൊണ്ട് താങ്കൾക്ക് സ്വതന്ത്രമായി പറയാം, KC വേണുഗോപാലിൻ്റെ പേരാണ് പ്രഥമമായും പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ KC വേണുഗോപാലായാൽ VD സതീശനും VD സതീശൻ്റെ പക്ഷവും അടങ്ങിയിരിക്കുമോ? രമേശ് ചെന്നിത്തല അടങ്ങിയിരിക്കുമോ? ഇനി മറിച്ചായാൽ ഏതൊക്കെ തരത്തിലാകും അതിനെ പൊളിക്കാൻ ഉള്ളിൽ നിന്ന് നീക്കങ്ങളുണ്ടാവുക? മാത്രമല്ല രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ ഹൈക്കമാൻഡോ KC വേണുഗോപാലിനെ തള്ളിക്കൊണ്ടൊരു തീരുമാനം എടുക്കുമോ? കാരണം ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ് KC വേണുഗോപാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല വശങ്ങളില്ലേ, അതെങ്ങനെയാണ് എല്ലാവർക്കും സ്വീകാര്യമായ ജനങ്ങളുടെ പ്രതിഫലിക്കുന്ന കോൺഗ്രസ്സിന് തന്നെ, ജനങ്ങളുടെ പോട്ടെ,
കോൺഗ്രസ്സിന് തന്നെ സർവ്വസ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രി വരിക? അതാണ് അതിലെ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുന്നത്. നോക്കൂ, അങ്ങ് ദീർഘകാലമായി മാധ്യമ പ്രവർത്തന രംഗത്തുള്ള വ്യക്തിയാണല്ലോ. ഇതേ തരത്തിലുള്ള സന്ദർഭങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ കർണാടകയിൽ നയിച്ചതാണ് DK ശിവകുമാർ. പക്ഷെ അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി ആകേണ്ടി വന്നു. അന്നും ഇതുപോലെ സമാനമായ സാഹചര്യം കർണാടകയിൽ ഉയർന്നിരുന്നു. അതുപോലെ തന്നെ രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് സച്ചിൻ പൈലറ്റ് ആയിരുന്നു നയിച്ചത്. പക്ഷെ വന്നത് അശോക് ഗെഹ്ലോട്ടാണ്. ഇതുപോലെ സമാനമായ രീതികൾ വന്നു. അവിടെയുമൊക്കെ ഹൈക്കമാൻഡിൻ്റെ നിലപാടാണ് സ്വീകരിക്കപ്പെട്ടത് അവസാനം. പക്ഷേ അത് വലിയ സംഘർഷത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തു. പിന്നീട് പല വിധത്തിലും നാം കണ്ടിട്ടുള്ള പല ഘടകങ്ങളുമുണ്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് പുറത്തു പോകേണ്ടി വന്ന സാഹചര്യവും ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. നോക്കൂ, ഇത് ഇപ്പോൾ ഈ ബോൾ ആരുടെ പക്കലാണ്? അതായത് സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർ, കോൺഗ്രസിന്റെ MLA മാർ 63 പേർ ഐക്യകണ്ഠേന അവർ യോഗം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ CLP നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ള അവകാശം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് വിട്ടു നൽകിയിരിക്കുന്നു എന്നുള്ള വസ്തുത അങ്ങേക്കും അത് പ്രകാരമാണെങ്കിൽ 46 പേരാണ് KC വേണുഗോപാലിനെ പിന്തുണച്ചത്. സന്ദീപ് വാര്യരും T സിദ്ദിഖും എന്തിന് സണ്ണി ജോസഫ് പോലും പിന്തുണച്ചത് KC വേണുഗോപാലിനെയാണ്. അപ്പോൾ എങ്ങനെ കാര്യം നടക്കും? നോക്കൂ, അതൊക്കെ നമ്മളുടെ ഒരു വിചാരധാര അനുസരിച്ച് നമ്മൾ ഊഹിക്കുകയോ അല്ലെങ്കിൽ അല്ല, ഞാൻ കണ്ടു, ആ ചിത്രം കണ്ടു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രം കണ്ടു. ഞങ്ങളതെല്ലാം കൊടുത്തിരുന്നു. മുകുൾ വാസ്നിക്കിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ മറഞ്ഞതുകൊണ്ട് ബാക്കി പേര് കണ്ടില്ല. നോക്കൂ, അത് ശരിയായിട്ടുള്ള കണക്കുകളല്ല എന്ന് ബഹുമാന്യനായ കേരളത്തിന്റെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അപ്പോഴും വിഷയമാണ്. അപ്പോൾ ഇവർ പറഞ്ഞതല്ലേ അവിടെ രേഖപ്പെടുത്തിയത്, അവിടുന്ന് വന്ന നിരീക്ഷകർ. അപ്പോൾ നിരീക്ഷകർ ആരുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് നിഷ്പക്ഷത കൈവിട്ടത് എന്നതും ചോദ്യമായി വരും. അപ്പോൾ രണ്ടും വയ്യ റജി. ആ പുറത്തു വന്ന രേഖകൾക്കുള്ള ആധികാരികതയിൽ എനിക്ക് സംശയമുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞ നിങ്ങളുടെ ഉദുമ MLA നിയുക്ത MLA ഉദുമയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആൾ പറഞ്ഞ കാര്യം എന്താണ്? താൻ പറഞ്ഞ പേരല്ല ലിസ്റ്റിൽ കണ്ടതെന്ന്. നോക്കൂ ശ്രീ അജിംഷാദ്, ഒരുപക്ഷെ അതിന് ആധികാരികതയിൽ സംശയമുണ്ടെന്നും അത് യഥാർത്ഥ വസ്തുതകൾ അല്ലെന്നും കേരളത്തിന്റെ കോൺഗ്രസിന്റെ നേതാവ് ബഹുമാന്യനായ സണ്ണി ജോസഫ് പ്രഖ്യാപിച്ചിട്ടുള്ളതല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളെ നമ്മൾ വിശ്വാസത്തിലെടുത്താൽ അക്കാര്യത്തിൽ സംശയകരമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അക്കാര്യത്തിൽ പറഞ്ഞ പുറത്തു വന്ന രേഖകൾ വസ്തുതാപരമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള